എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂ കാറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ ഫൈൻ ട്യൂൺഡ് യൂണിവേഴ്സ് എന്ന വിഷയത്തെ പറ്റിയാണ്. എന്താണ് ഈ ഫൈൻ ട്യൂൺഡ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇതൊരു തർക്ക വിഷയമാണ്. അതായത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് രണ്ട് വിഭാഗം ജനങ്ങളും, അതായത് ശാസ്ത്രജ്ഞന്മാരിൽ രണ്ട് വിഭാഗം ജനങ്ങൾ അഭിപ്രായപ്പെടുന്ന ഒരു വിഷയമാണ്. ഇത് ഫൈൻ ട്യൂൺഡ് യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ആരോ ആദ്യം ഇതെല്ലാം സജ്ജീകരിച്ചതല്ലേ എന്നൊരു വിഭാഗവും, അങ്ങനെയല്ല എന്ന് സമർത്ഥിക്കുന്ന മറ്റൊരു വിഭാഗവുമാണ്. വിഷയത്തിലേക്ക് കടക്കാം. സർ ഐസക് ന്യൂട്ടൻ്റെ ചലന നിയമപ്രകാരം F=mm/² എന്നുള്ളൊരു സിദ്ധാന്തത്തിൽ അദ്ദേഹം ആദ്യ ചുവടുപടി വെച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം 70 വർഷത്തിന് ശേഷം അതിൽ ശാസ്ത്രജ്ഞന്മാർക്ക് അല്പം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതാണ് G എന്ന അക്ഷരം ചേർത്തിട്ട് പിന്നീട് അത് പറയാൻ തുടങ്ങിയ ഒരു സമവാക്യം. അതിലേക്കൊന്നും അധികം പോകുന്നില്ല. ഈ G എന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നതിൻ്റെ സ്പെല്ലിങ്ങാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു നോക്കുമ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 20ഓളം ഐറ്റത്തിനെ വേർതിരിച്ച് കാണാൻ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചു. അതായത് ഇപ്പോൾ പ്രകാശത്തിൻ്റെ ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ C. ഇതേപോലെ ഇതിനെ ഒരു 20 ഐറ്റമായിട്ട് പ്രധാന ഐറ്റമായിട്ട് തരംതിരിച്ച് നോക്കുമ്പോൾ ഇതൊരു പ്രത്യേക നിയമത്തിനനുസരിച്ചാണ് ഇതെല്ലാം ചലിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതായത് ആകാശഗോളങ്ങൾ മറ്റുള്ള വാന നിരീക്ഷണ ശാസ്ത്രത്തിൻ്റെ സെറ്റപ്പിലൂടെയൊക്കെ പോകുമ്പോൾ ആ കോൺസ്റ്റൻറ്റിന് ഒരല്പം വ്യതിയാനം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് 20 എണ്ണത്തിൽ 19ാമത്തെ ഒരായിട്ടെടുത്ത് നോക്കുമ്പോൾ അത് ജീവൻ്റെ ഉൽപ്പത്തിയും ജീവജാലങ്ങളും തമ്മിലുള്ളതാണ്. അതിനൊരു നിശ്ചിതമായിട്ടൊരു കണക്ക് ആരോ ചെയ്തു വെച്ചിട്ടുണ്ട്. ആരാണത്? മനുഷ്യർക്കാർക്കും ചെയ്തു വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ദേവകൾക്കാണെങ്കിൽ അത് സാധിക്കുമോ? മലക്കുകൾക്കാണെങ്കിൽ സാധിക്കുമോ? ഇല്ല. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലായി വന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഒരു വിഭാഗം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ ഒറ്റ ജീവനും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇനി നമ്മൾ പ്രപഞ്ചത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൽ ഒരു കണക്കിൻ്റെ ഒരു പൊടിക്ക് വ്യത്യാസപ്പെടുകയാണെങ്കിൽ ഗാലക്സികൾ ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റ് അതിനിപ്പോൾ ഉള്ളതിനേക്കാൾ അല്പം മാറിയാൽ ആറ്റത്തിൻ്റെ നിയമങ്ങളനുസരിച്ചിട്ട് ഫ്യൂഷൻ റിയാക്ഷൻ പെട്ടെന്ന് നടക്കാനും പാടില്ല, എന്നാൽ നടക്കാതിരിക്കാനും പാടില്ല. അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റാണ്. അതിനെന്തെങ്കിലും അല്പം മാറ്റം സംഭവിക്കുകയാണെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ പെട്ടെന്ന് കത്തിത്തീരും. പെട്ടെന്ന് കത്തിത്തീരുന്ന പിന്നെ ഊർജ്ജം ഉണ്ടാവും. സൂര്യനൊക്കെ പെട്ടെന്ന് കത്തിത്തീരുമില്ല. അപ്പോൾ അതിനൊരു നിശ്ചിത കണക്ക് വെച്ചിരിക്കും. ഈ ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻറ്റുകളാണ് എന്ന് വിളിക്കപ്പെടുന്ന അതാണ് ഈ 20 എണ്ണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കുക വെച്ചാൽ ഇതൊരു ഫൈൻ ട്യൂൺഡ് യൂണിവേഴ്സ് ആണ് എന്ന് പകുതി ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെട്ടു. അതായത് ഇതൊക്കെ ആദ്യം തന്നെ നിരീച്ച് ഓർത്ത് വെച്ച് ആരോ സെറ്റപ്പ് ചെയ്തതാണെന്ന്. അപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ട് ഇതിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ പോകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത്
ഇപ്പോൾ നമ്മൾ കടലിലേക്ക് നോക്കൂ, ഒരു നിശ്ചിത രീതിയിൽ ആ കടലിനെ അവിടെ ഉയർത്തി നിർത്തിയിരിക്കുകയാണെന്ന് നമുക്ക് കാണാം. അതൊരു പൊടിക്ക് ഏറുകയോ, ഇപ്പോൾ സുനാമി വന്നപ്പോൾ തന്നെ നമുക്കറിയാലോ. അല്ലെങ്കിൽ ഒരു പൊടിക്ക് കുറയാനും പറ്റില്ല. ഒരു ഒരു രേഖ ഉണ്ട് എല്ലാത്തിനും, ഒരു നിയമമുണ്ട്. ഇപ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നു, ചന്ദ്രൻ സഞ്ചരിക്കുന്നു. അത് ഒരേ വഴിക്ക് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇന്ന ഭാഗത്ത് എന്ന് പറഞ്ഞിട്ടൊരു നിയമം വെച്ചിട്ടുണ്ട്. ആ നിയമം വെച്ചത് ആര്? അപ്പോൾ ശാസ്ത്രജ്ഞന്മാരിപ്പോൾ പറയുന്നത് വെച്ചാൽ അത് അന്യഗ്രഹ ജീവികളും കണ്ണി കണ്ട ആളുകളൊക്കെയാണ്. ഈ അന്യഗ്രഹ ജീവികൾ എങ്ങനെയാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കുക? ഇതിൽ പരം മണ്ടത്തരം വേറൊന്നുമില്ല. 14 ലോകമുണ്ട് എന്നാണ് വേദങ്ങളിൽ പറയുന്നത്. അത് ഏറെക്കുറെ കൺവിൻസ് ആവുന്നൊരു കാര്യമാണ്. 14 ലോകമാണ്. ഇപ്പം നമ്മൾ ഈ ആൻഡ്രോമേഡ ഗാലക്സി എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് ഇത് ചന്ദ്രഗ്രഹ ഗോളങ്ങളൊക്കെ ഉണ്ട്. ഒരു സൂര്യൻ മാത്രമല്ല, ഒരു ചന്ദ്രൻ മാത്രമല്ല, കോടാനുകോടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെറുതെ അങ്ങോട്ട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ തിയറികളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾക്ക് വിശ്വാസം ഏറെ നഷ്ടപ്പെടുള്ളൂ. അപ്പോൾ എന്തുണ്ടായെന്നറിയും, 2 വിഭാഗം ശാസ്ത്രജ്ഞന്മാരുണ്ടായി. അതായത് ദൈവം ഉണ്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരും ദൈവം ഇല്ല എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരും. ഇനി നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് മറ്റൊരു കണ്ടൻറ്റുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി, നമസ്കാരം. ഇനിയും മറ്റേ എൻ്റെ ചാനൽ കാണുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നതൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.